ഹായ് ഗൈസ്, അങ്ങനെ നമ്മളിത് വീണ്ടും കൂൾ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇവിടെ നല്ലൊരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞത്, അൽഫാമിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെ ചങ്ക് ബ്രോ കാണിക്കടാ, നമ്മുടെ അർജുൻ അമ്മാറുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ വീഡിയോ എടുക്കുന്ന നമ്മളെ സ്വന്തം കുഞ്ഞാവെന്ന് വിളിക്കുമ്പോൾ അവന് നാണാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മളെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മളിത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണിക്കടാ ബ്രോ, ഇപ്പോൾ കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരാം. സംഭവം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, താങ്ക് യു, ഷവർമേൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞ അടിപൊളി സാധനം തന്നെയാണ്. നമുക്ക് നോക്കാം ഇനിയിപ്പം അൽഫാമിൻ്റെ അവസ്ഥ എന്താ കാര്യങ്ങളെന്നൊക്കെ. ഇതിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വടകരേൻ്റെ ഹൃദയഭാഗമായ പഴയ സ്റ്റാൻഡിനടുത്തായിട്ടാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മളെ സാധനങ്ങൾ വന്നിട്ട് അടിച്ചു മാറ്റിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ അൽഫാമൊക്കെ എത്തിയിട്ടുണ്ട്. കണ്ടോ, അത് അടിപൊളി സാധനമാണ്. ബ്രൈറ്റ്നെസ് കുറച്ച് കുറവുണ്ട്, ക്ഷമിക്കണം. ഹൈപ്പർ റെഡി ആയി. അടിപൊളി സാധനമാണ്. കണ്ട, നമ്മുടെ പിള്ളമാരെല്ലാവരും ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മളിതാ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ചിക്കി ഏകദേശം ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. ഇതിന്റെ സാധനം എങ്ങനെയുണ്ട്? തകർപ്പൻ, പ്രൈസിന് ഇത്രയും നല്ല സാധനം കിട്ടാനില്ല, അങ്ങനെ പറ. പിന്നെ അർജുനമ്മ എങ്ങനെയുണ്ടാ? അവനും ഏകദേശം കഴിച്ചു തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ചേട്ടന്മാരും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് അവരെ റിവ്യൂവും കൂടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഷൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് ഏട്ടാ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡിനും പൊളിയാണ്. ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ട് ഹണി ചില്ലി എന്ന് പറഞ്ഞൊരു അൽഫാമാണ്. ഇവിടെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നോർമൽ അൽഫാമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അൽഫാമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ പെരി എന്ന് പറഞ്ഞ അൽഫാമുണ്ട്. അത് കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞാൽ എന്തായാലും അതിന് സാധിക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് ഇത് വെന്തിട്ടുണ്ട്? അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. കറക്റ്റ് വേവാണ്. ഒരു നല്ല ടേസ്റ്റിയാണ്. സാധാ അൽഫാം കഴിക്കുന്ന ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സൂപ്പറാണ്. ഓക്കെ, അപ്പൊ ഇവര് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ട്രൈ ചെയ്യാനാണ് പറയുന്നിരിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവരോടും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. അങ്ങനെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല കൂളായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എന്ത് ചെയ്യണടാ, അതിന് അടിച്ചങ്ങ് പൊട്ടിച്ചൊക്കെ ഇനിയും നമ്മൾ അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. സോ അടിപൊളിയാക്കാം. ഓക്കെ, ബൈ. അത് രണ്ടാമത്തെ മുതലാളിയാണ്.